നിങ്ങൾ ഖബറിലേക്കുള്ള ഏകാന്തമായ യാത്രയിലാണ്. ഈ യാത്ര നിങ്ങളുടെ പരീക്ഷണമാണ്. ഈ യാത്ര നിങ്ങൾ നല്ലവരാണെങ്കിൽ നിങ്ങളുടെ കൂടെ മലക്കുകൾ ഉണ്ടാകും, നിങ്ങളുടെ മുന്നിൽ മലക്കുകൾ ഉണ്ടാകും, നിങ്ങളുടെ പിന്നിലും മലക്കുകൾ ഉണ്ടാകും. നിങ്ങൾക്ക് വേണ്ടി മലക്കുകൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മനുഷ്യരുടെ കൂടെ മയ്യിത്തിന്റെ കൂടെ അല്ലാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ആ സഞ്ചരിക്കുന്ന മലക്കുകൾ ഈ മയ്യിത്തിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, മാ ഖദ്ദമ ഫുലാൻ, ഈ മനുഷ്യൻ ഇനിയുള്ള ജീവിതത്തിന് വേണ്ടി എന്താണ് മുൻപേ ചെയ്തു വെച്ചിരിക്കുന്നത്? ഇന്നൽ മലായികത തംശി അമാമൽ ജനാസ, മയ്യിത്തിന്റെ കൂടെ ആളുകളെക്കാൾ കൂടുതൽ മലക്കുകൾ ഉണ്ടാകുമെന്നാണ്. നല്ലവനാണെങ്കിൽ നല്ല മലായികത്തായിരിക്കും. നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു വലിയ മഹാനല്ലേ, ബദറിന്റെ യുദ്ധക്കളത്തിലേക്ക് റസൂലുള്ള പോകുമ്പോ നിങ്ങൾക്കറിയാമല്ലോ, യുദ്ധം ചെയ്യാനല്ല റസൂലുള്ള പോകുന്നത്. പിന്നെയോ തിരിച്ചു വരുന്ന കച്ചവട സംഘത്തിൽ നിന്ന് തങ്ങളെ ആക്രമിച്ചതിന് പ്രതികാരം ചോദിക്കുവാനാണ്. മക്കയിൽ അവർ പിടിച്ചെടുത്തിരുന്ന ധനത്തിന് പകരം ചോദിക്കുവാനാണ്. വഴിവക്കിൽ വെച്ചാണ് ആയിരത്തോളം വരുന്ന ശത്രുക്കൾ തങ്ങൾക്കെതിരെ യുദ്ധത്തിന്റെ പുറപ്പാടുമായി വരുന്നുണ്ടെന്ന വിവരം അവരറിയുന്നത്. ഹബീബായ നബി തിരുമേനി കൂടെയുള്ളവരോട് ചർച്ച ചെയ്യുകയാണ്, സ്വഹാബികളെ, ഇതാ നമുക്കെതിരായി പുറപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും എഴുന്നേറ്റ് നിന്നുകൊണ്ട്, യാ റസൂലല്ലാഹ്, അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ്. ഹബീബായ നബിയുടെ മുഖം വല്ലാതെ വിവർണമായി. സന്തോഷം കൊണ്ടവിടുത്തെ മുഖം ചുവന്നവിടുത്തെ കണ്ണുകൾ പതറുന്നത് മഹാന്മാരായ അൻസാരികളായ സ്വഹാബികളെയാണ്. അൻസാരികളുടെ മുഖത്തേക്ക്, അവരുടെ ശരീരങ്ങളിലേക്ക് തനിക്ക് താങ്ങും തണലുമായി നിൽക്കേണ്ടവർ, എന്നാൽ അല്ലാഹുവിന്റെ റസൂലുമായി പരിചയപ്പെട്ട് ഏതാനും മാസങ്ങൾ വർഷങ്ങളായ ആ സ്വഹാബികളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അതാ എഴുന്നേറ്റ് നിൽക്കുന്നു ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ്. നബിയേ, ഞങ്ങളെയാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? പേടിക്കണ്ട നബിയേ, അങ്ങേ ഞങ്ങൾ സംരക്ഷിക്കുവാൻ തയ്യാറാണ്. ഞങ്ങളുടെ ധനത്തെക്കാളും ഞങ്ങളുടെ സന്താനങ്ങളെക്കാളും ഞങ്ങൾ അങ്ങേ സംരക്ഷിക്കാൻ തയ്യാറാണ് യാ റസൂലല്ലാഹ്. അങ്ങ് ഞങ്ങളുമായിട്ടൊരു മലമുകളിൽ കയറിയാൽ അങ്ങയുടെ പിന്നാലെ ഞങ്ങളും കയറും നബിയേ. അങ്ങ് ഞങ്ങളുമായിട്ടൊരു സമുദ്രത്തിലേക്ക് എടുത്തു ചാടിയാൽ ഞങ്ങൾ അങ്ങയുടെ പിന്നാലെ കയറും നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ഞങ്ങളുമായിട്ടൊരു സമുദ്രത്തിലേക്ക് എടുത്തു ചാടിയാൽ ഞങ്ങൾ ഉണ്ടാകുമെന്നു മാത്രമല്ല, അങ്ങയുടെ വലതുഭാഗത്ത് ഞങ്ങളുണ്ടാകും, അങ്ങയുടെ ഇടതുഭാഗത്ത് ഞങ്ങളുണ്ടാകും, അങ്ങയുടെ മുന്നിലും അങ്ങയുടെ പിന്നിലും ഞങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞ് ആവേശഭരിതനാക്കിയ ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് മരിച്ചുപോയി. അദ്ദേഹം വഫാത്തായി പോയി. റസൂലുള്ളാഹിക്ക് വലിയ സങ്കടമായി. ആ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഇഹ്തസ്സ അർശുർ റഹ്മാനി ഫീ മൗതി സഅദ് ബിൻ മുആദ്. നമ്മുടെ കൂട്ടുകാരനായ സഅദ് ബിൻ മുആദിന്റെ മരണത്തിൽ എന്റെ സ്വഹാബികളെ, അല്ലാഹുവിന്റെ അർശ് പോലും കിടുങ്ങിപ്പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സഅദിന്റെ മയ്യിത്തുമായി സങ്കടപ്പെടുന്ന ഹൃദയവുമായി നബിയും അനുയായികളും പോവുകയാണ്. പോകുന്ന സമയത്ത് അവിടുന്ന് നടക്കുന്നത് കാലിന്റെ വിരലുകളിലാണ്. എന്തുകൊണ്ടാണ് നബിയെ നിങ്ങൾ അങ്ങനെ നടക്കുന്നത്? അവിടുന്ന് മറുപടി പറഞ്ഞു, സ്വഹാബികളെ, സഅദ് ബിൻ മുആദിന്റെ മയ്യിത്തിനെ അനുധാവനം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന മാലാഖമാരുടെ വർദ്ധിച്ച അംഗസംഖ്യകൾ കൊണ്ട് എന്റെ കാൽപാദം എനിക്ക് ഭൂമിയിൽ ചവിട്ടാൻ കഴിയുന്നില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും.
ഖബർ എന്ന് പറയുന്നത് ഏകാന്തമായ വീടാണ് അല്ലേ? ആരുമില്ലാത്ത നാളെ കിടക്കുന്ന വീട് ഖബറെന്ന മണ്ണറക്കൂട്. വല്ലാത്ത വരികളാണത്. ഖബറെന്ന മണ്ണറക്കൂട്. നിങ്ങളൊക്കെ കിടക്കുന്ന കിടപ്പറയെ കുറിച്ചൊന്ന് ഓർത്തു നോക്കൂ. നമ്മുടെ മെത്തകളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ വീടിന്റെ വിശാലതയെ കുറിച്ചും റൂമുകളുടെ വിസ്താരത്തെ കുറിച്ചും ചുമരുകളെ കുറിച്ചും ഫാനിനെ കുറിച്ചും ഒന്ന് ഓർത്തു നോക്കൂ. എന്നാൽ ഖബറിന്റെ ഭീകരമായ അവസ്ഥയുണ്ടല്ലോ, അത് വല്ലാത്ത ഭീകരമായ ഒരു രംഗം തന്നെയാണ് എല്ലാവർക്കുമുള്ളത്. സാമീരി തീർത്ത കാള ദൈവവും ശബ്ദാദിന്റെ സ്വർഗവും കാറൂനിന്റെ കാഞ്ചന കനികളും കാലങ്ങളായി ലോകത്ത് സ്മരിക്കപ്പെടുന്ന എല്ലാവർക്കും നമുക്കുള്ളത്, നമ്മെ കാത്തിരിക്കുന്ന വീട്. സ്നേഹമുള്ളവരെ, ആ ഖബർ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നന്മയുള്ളവരാണെങ്കിൽ നമുക്ക് വേണ്ടി അല്ലാഹു ഖബർ സ്വർഗമാക്കി പരിവർത്തിപ്പിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതാണ് അവിടുന്ന് പറഞ്ഞത്, അൽ ഖബ്റു ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഒന്നുകിൽ ഖബർ സ്വർഗ്ഗത്തോപ്പുകളിലെ ഒരു തോട്ടമായിരിക്കും, ഔ ഹുഫ്റത്തും മിൻ ഹുഫരിൻ നീറാൻ, അല്ലെങ്കിൽ നരകക്കുഴിയിലെ ഒരു കുഴിയായി ഓരോ മനുഷ്യർക്കും ഖബർ അനുഭവപ്പെടുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ പേടിച്ചവരുണ്ടായിരുന്നു മുൻഗാമികൾ.